ഇന്ന് മിക്കവരും വ്യായാമം ചെയ്യുന്നത് ഫിറ്റ്നസ്സിന് വേണ്ടിയാണ്. അങ്ങനെ ഫിറ്റ്നസ്സിന് വേണ്ടി വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പലതരത്തിലുള്ള വ്യായാമങ്ങളുണ്ട്. ചിലർ എയറോബിക് വ്യായാമം ചെയ്യുന്നു, ചിലർ സ്ട്രെച്ചിങ് വ്യായാമം ചെയ്യുന്നു, ചിലർ അതുപോലെ തന്നെ യോഗ ചെയ്യുന്നു. പക്ഷേ നമ്മൾ ഫിറ്റ്നസ്സിന് വേണ്ടി വ്യായാമം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ മസിൽ സ്ട്രെങ്തനിങ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എക്സർസൈസ് ആണ് തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. അങ്ങനെ റെസിസ്റ്റൻസ് എക്സർസൈസ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ബോഡിയുടെ ഷേപ്പ് നല്ലപോലെ ആകുകയുള്ളൂ. നമ്മുടെ പേശികൾ സുദൃഢമാകും, നമ്മുടെ പേശികൾക്ക് വലിപ്പം വെക്കും, അപ്പോൾ നമ്മുടെ ബോഡിയുടെ ഷേപ്പ് നല്ലതാകും. അപ്പോൾ നമുക്ക് ഫിറ്റ്നസ്സിന് വേണ്ടി ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഈ റെസിസ്റ്റൻസ് എക്സർസൈസ് അല്ലെ റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്ന വ്യായാമമാണ്. അപ്പോൾ അതിനെപ്പറ്റി അല്പം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ റെസിസ്റ്റൻസ് വ്യായാമം കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്താണ് എന്ന് നമുക്ക് ആദ്യം തന്നെ ഒന്ന് നോക്കാം. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മുടെ നല്ല ബോഡി ഷേപ്പ് കിട്ടുന്നതിന് നമുക്ക് ഈ റെസിസ്റ്റൻസ് എക്സർസൈസ് വളരെയധികം പ്രയോജനം ചെയ്യും. പിന്നെ നമുക്ക് അമിത വണ്ണമുള്ളവരിന്ന് ധാരാളമുണ്ട്. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ റെസിസ്റ്റൻസ് എക്സർസൈസ് വളരെ നല്ല ഒരു വ്യായാമമാണ്. പ്രമേഹമുള്ളവർക്ക് അവരുടെ ബ്ലഡ് ഷുഗർ കുറയ്ക്കുവാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ മസിൽ സ്ട്രെങ്തനിങ് വ്യായാമം. കാരണം ഇതൊരു അപ്പർ ബോഡി എക്സർസൈസാണ്. നമ്മുടെ ലോവർ ബോഡി എക്സർസൈസാണ് സാധാരണ നമ്മൾ നടക്കുമ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുവാൻ വളരെയധികം സഹായിക്കുന്നത് അപ്പർ ബോഡി എക്സർസൈസാണ്. അതായത് നമ്മുടെ ലോവർ ബോഡിയിലുള്ള പേശികൾ അല്ലെ കാലിലെ പേശികൾ പ്രവർത്തിക്കുമ്പോൾ ചിലവാകുന്ന ഊർജം അല്ലെ ഗ്ലൂക്കോസിനേക്കാൾ കൂടുതൽ ഊർജം നമ്മൾ അപ്പർ ബോഡിയിലുള്ള പേശികൾ പ്രവർത്തിക്കുമ്പോൾ ചിലവാകും. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രയോജനം, നമ്മൾ വ്യായാമം ചെയ്യാതെ ഇരിക്കുന്ന ദിവസങ്ങളിലും നമുക്ക് വ്യായാമത്തിൻ്റെ പ്രയോജനം ലഭിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ റെസിസ്റ്റൻസ് എക്സർസൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേശികൾ, അതായത് കയ്യിലെയും തോളിലെയും ഒക്കെ പേശികൾ നല്ലപോലെ വലിപ്പം വെക്കുന്നു, സുദൃഢമാകുന്നു. അങ്ങനെ വലിപ്പം വെക്കുന്ന പേശികൾ നമ്മൾ വ്യായാമം ചെയ്യാതിരിക്കുന്ന സമയത്തും കൂടുതൽ ഗ്ലൂക്കോസ് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ബേസിക് മെറ്റബോളിക് റേറ്റ് കൂടുന്നതുകൊണ്ട് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത്, അതായത് നിങ്ങൾ എല്ലാ ദിവസവും വ്യായാമം ചെയ്യുന്ന ഒരാളാണ്, തിങ്കളാഴ്ച നിങ്ങൾ വ്യായാമം ചെയ്തു എന്ന് വിചാരിക്കുക, പക്ഷേ ചൊവ്വാഴ്ച നിങ്ങൾ വ്യായാമം ചെയ്തില്ല. പക്ഷേ ആ ചൊവ്വാഴ്ച ദിവസവും നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ആ എനർജി ചിലവായിക്കൊണ്ടിരിക്കും. ഈ റെസിസ്റ്റൻസ് എക്സർസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു റെസിസ്റ്റൻസിന് എതിരായിട്ട് നമ്മുടെ പേശികളെ പ്രവർത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് പുറത്തു നിന്നുള്ള ഒരു വെയിറ്റ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ വെയിറ്റ് ആകാം. പുറത്തു നിന്നുള്ള വെയിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡമ്പൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ജിമ്മിലൊക്കെ ഡമ്പലാണ് സാധാരണ ഉപയോഗിക്കുന്നത്, അല്ലെ റെസിസ്റ്റൻസ് ബാൻഡ് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ നിങ്ങളുടെ ശരീരത്തിൻ്റെ സ്വന്തം വെയിറ്റ് തന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെയുള്ള വ്യായാമമാണ് പുഷപ്പ് എന്ന് പറയുന്നത്. ഈ പുഷപ്പ് ഏറ്റവും കുറഞ്ഞത് ഒരു 15 മുതൽ 20 എണ്ണം നമ്മൾ ചെയ്യുന്നത് നല്ല ഒരു അപ്പർ ബോഡി എക്സർസൈസാണ്. നിങ്ങളുടെ കൈകളുടെയും അതുപോലെ തന്നെ നിങ്ങളുടെ തോളിൻ്റെയും നെഞ്ചിൻ്റെയും അതുപോലെ തന്നെ വയറിൻ്റെയും ഒക്കെ പേശികൾ ആ സമയത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു ഫോഴ്സിന് എഗനിസ്റ്റായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വോൾ പുഷപ്പ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊരു ഓഫീസിലോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലോ നിൽക്കുമ്പോഴൊക്കെ ടേബിൾ പുഷപ്പ് നിങ്ങൾക്ക് ചെയ്യാം. ആ ടേബിളിലേക്ക് നല്ലപോലെ പ്രസ് ചെയ്താൽ മതി, അപ്പോൾ അത് ടേബിൾ പുഷപ്പ് ആകും. അപ്പോൾ ഇങ്ങനെ വിവിധ തരത്തിലുള്ള പുഷപ്പുകളുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഇങ്ങനെ ഈ റെസിസ്റ്റൻസ് എക്സർസൈസ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ വെയിറ്റ് എടുത്തുള്ള എക്സർസൈസ് അല്ലെ പുഷപ്പ് ചെയ്യരുത് എന്നാണ്. എല്ലാ ദിവസവും നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പേശികളുടെ വലിപ്പം വർദ്ധിക്കുന്നില്ല. റെസിസ്റ്റൻസ് എക്സർസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ പേശികളിൽ പരുക്ക് ഉണ്ടാവും, അല്ലെ ചെറിയ മുറിവുകളുണ്ടാവും. ആ പരുക്ക് അല്ലെ മുറിവുകൾ ഉണങ്ങണമെങ്കിൽ അതിന് നമ്മൾ ഒരു ദിവസത്തെ റെസ്റ്റ് കൊടുക്കണം. നമ്മൾ എല്ലാ ദിവസവും ഈ പുഷപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ പേശികൾ വളരുകയില്ല, പേശികളുടെ വലിപ്പം വർദ്ധിക്കുകയില്ല. നമ്മുടെ ജിമ്മിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ട്രെയിനർക്ക് ഈ കാര്യം വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് അവർ ചെയ്യുന്നത്, ഒരു ദിവസം നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസിനെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അടുത്ത ദിവസം അവർ മറ്റൊരു ഗ്രൂപ്പ് ഓഫ് മസിൽസിനെയാണ് വെയിറ്റ് ലിഫ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും നിങ്ങൾ ഇത് വളരെ പ്രയോജനപ്പെട്ട എക്സർസൈസ് ആണ് എന്ന് വിചാരിച്ച് നിങ്ങൾ എല്ലാ ദിവസവും ഇത് ചെയ്യണ്ട. ഒന്നരാടം ദിവസം ചെയ്യുക, അല്ലെങ്കിൽ ആഴ്ചയിൽ 3-4 ദിവസം കൊടുത്ത് ബാക്കിയുള്ള ദിവസങ്ങൾ റെസ്റ്റ് കൊടുക്കുക. പിന്നെ മറ്റൊരു പ്രധാന കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതായത് നമുക്ക് പ്രോഗ്രസീവ് വെയിറ്റ് ലിഫ്റ്റിംഗ് എന്നൊരു പരിപാടിയുണ്ട്. നിങ്ങൾ 5 കിലോ വെയിറ്റാണ് സാധാരണഗതിയിൽ പൊക്കുന്നത് എങ്കിൽ അത് 1-2 ആഴ്ച കഴിയുമ്പോൾ തൂക്കം
നമ്മൾ ചെറുതായിട്ട് വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതാണ് പ്രോഗ്രസീവ് വെയ്റ്റ് ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ പേശികളുടെ വലിപ്പം നന്നായിട്ട് വർദ്ധിക്കുകയുള്ളൂ, റെസിസ്റ്റൻസ് എക്സർസൈസിൻ്റെ പ്രയോജനങ്ങൾ നന്നായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഫിറ്റ്നസ്സിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഫിറ്റ്നസ്സിന് വേണ്ടി വ്യായാമം ചെയ്യുന്നവർ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് വളരെയധികം പ്രയോജനം ചെയ്യും. ഇത് മറ്റുള്ളവർക്ക് പ്രയോജനം കിട്ടാൻ വേണ്ടി നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.